prepare trading and progress account and balance sheet from the given trial balance. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്യാപിറ്റൽ ലാബിലിറ്റി ആണ് അല്ലെ, എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് കാണിക്കും. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് കാണിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഡ്രോയിങ്സ്. ആ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കുന്ന ഐറ്റമാണ് ഡ്രോയിങ്സ്. പർച്ചേസ് ആൻഡ് സെയിൽ അല്ലെ, ഇതിൽ ഏതാണ് പർച്ചേസ്? ആ എക്സ്പെൻസ് സൈഡ് കാണുന്നതാണ് പർച്ചേസ്, ഇൻകം സൈഡ് കാണുന്നത് എന്താണ്? സെയിൽ ആണ് അല്ലെ. അപ്പൊ രണ്ടും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ആണ്. രണ്ടും എവിടെയാ പോവാ? ട്രേഡിംഗ് അക്കൗണ്ട്. വാട്ട് അബൌട്ട് റിട്ടേൺസ്? ആ രണ്ട് റിട്ടേൺസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സെയിൽസ് റിട്ടേൺ ആണ്, ഒന്ന് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പൊ സെയിൽസിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് എന്താണ്? സെയിൽസ് റിട്ടേൺ. പർച്ചേസിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് പർച്ചേസ് റിട്ടേൺ. രണ്ടും എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് ഡിഡക്ട് ചെയ്യണം. നെക്സ്റ്റ് കാരേജ്. കാരേജ്, മിയർ കാരേജ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു കാരേജ് ഇൻവാർഡ് നമ്മൾ എവിടെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കും. റെന്റ് പെയ്ഡ് ഡെബിറ്റ് സൈഡിൽ ഉണ്ട് 2000, എവിടെ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അവിടെ പോകും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും ഇതിനെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലും അല്ലെ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും? ബാലൻസ് ഷീറ്റ് പോകും. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. ബിൽഡിംഗ് അസറ്റ് ആണ്, അവിടെ പോകും ബാലൻസ് ഷീറ്റ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അവിടെ പോകും ട്രേഡിംഗ് അക്കൗണ്ട്. കമ്മീഷൻ രണ്ട് കോളത്ത് കാണുന്നുണ്ട്. എക്സ്പെൻസ് കാണുന്നത് കമ്മീഷൻ എന്താണ്? പെയ്ഡും. ഇവിടെയോ കമ്മീഷൻ റിസീവ്ഡ് ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. കമ്മീഷൻ എവിടെ പോവാ? പ്രൊവിൻസ് അക്കൗണ്ടിൽ പോകും അല്ലെ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു 500 കാണുന്നത്. എന്താണ് സംഭവം? ഡിസ്കൗണ്ട് അലൗഡ് ആണോ റിസീവ്ഡ് ആണോ? അലൗഡ് ആണ്. എന്താണ്? അലൗഡ്. ഓക്കെ, അലൗഡ് ആണ്, കാരണം എക്സ്പെൻസ് സൈഡിലുള്ളത്. അപ്പൊ ഡിസ്കൗണ്ട് നമ്മൾ എവിടെ കാണിക്കുക? പ്രോഫിറ്റ് അക്കൗണ്ട്. പ്രിന്റിങ് എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. സാലറി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലെ. എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ലോൺ ഇത് നമ്മുടെ ബാധ്യതയാണ്, എവിടെ പോവാ? ബാലൻസ് ഷീറ്റ്. മെഷീനറി അസറ്റ് ആണ്, എവിടെ പോവാ? ബാലൻസ് ഷീറ്റ്. ഇവിടെ ഒരു ബാഡ് അപ്റ്റ്, ട്രയൽ ബാലൻസിൽ ഒരു ബാഡ് അപ്റ്റ് കാണുന്നുണ്ട്. ഇത് ഫർദർ ബാഡ് അപ്റ്റ് ആണോ മിയർ ബാഡ് അപ്റ്റ് ആണോ? മിയർ ബാഡ് അപ്റ്റ്. എവിടെ പോവാ? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചോളൂ അല്ലെ. ഫർണിച്ചർ എത്ര കാണുന്നുണ്ട്? 10,000 കാണുന്നുണ്ട് അല്ലെ. അസറ്റ് ആണ്, അവിടെ പോവും ബാലൻസ് ഷീറ്റ്. ഇനി 4 ഐറ്റം കൂടി ഉള്ളത്. അതില് ബിൽസ് റെസീവബിളും ബിൽസ് പേബിളും. ഒന്ന് അസറ്റ് ആണ്, ഒന്ന് ലാബിലിറ്റി ആണ് അല്ലെ. എവിടെ പോവും? ബാലൻസ് ഷീറ്റ് പോവും. ക്യാഷ് അസറ്റ് ആണ്, അവിടെ പോവും ബാലൻസ് ഷീറ്റ്. ബാങ്ക് അസറ്റ് ആണ്, അവിടെ പോവും ബാലൻസ് ഷീറ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്രെഡിറ്റ് കോളത്ത് കാണുന്നുണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് പെയ്ഡ് ആണോ അല്ലെങ്കിൽ റിസീവ്ഡ് ആണോ? ആ ഇൻകം സൈഡ് ആണുള്ളത്, അതുകൊണ്ട് എന്താണ്? റിസീവ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? അഡ്ജസ്റ്റ്മെന്റിൽ പോകും. ആകെ 5 അഡ്ജസ്റ്റ്മെന്റ് ആണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ നോക്കി പറയാം. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 എവിടെയൊക്കെ കാണിക്കണോ? ക്ലോസിംഗ് സ്റ്റോക്കിനെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. ഫിനിഷ്. ഡിപ്രീസിയേഷൻ മെഷീനറി ഫർണിച്ചർ 5% അല്ലെ. 2% നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾക്കും ഡിപ്രീസിയേഷൻ കാണുക. എവിടെയൊക്കെ കാണിക്കുക? ഒന്ന് പ്രോഫിറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കാണിക്കുക, മറ്റൊന്ന് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് പോയിട്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും. ശരിയല്ലേ? സാലറിന്ന് ലെസ് ചെയ്യണം. ശരിയല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് സോറി ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. Then balance sheet in the liability side of balance sheet. Clear? Then next, prepaid rent അല്ലേ. prepaid rent എന്ത് ചെയ്യണം? റെന്റ് ആണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് പോയിട്ട് നമ്മൾ റെന്റിൽ നിന്ന് ലെസ് ചെയ്യണം. മുൻകൂട്ടി കൊടുത്താണ് നമ്മുടെ അസറ്റ് ആണ്, അവിടെ കാണിക്കണം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണിക്കണം. ക്ലിയർ? Then പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ് 5%. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് കാണുന്ന സമയത്ത് നേരെ ചെയ്യാനല്ല പോകേണ്ടത്. നമുക്ക് തന്ന അഡ്ജസ്റ്റ്മെന്റിൽ എവിടെയെങ്കിലും എന്തുണ്ടോ നോക്കണം.
എന്തുണ്ട് നോക്കണോ? ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടോ നോക്കണം. ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സിൽ നിന്ന് ഇത് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിന്റെ മുകളിൽ വേണം നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യാൻ? ന്യൂ പ്രൊവിഷൻ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോറി, ഇവിടെ പ്രൊവിഷൻ പ്രൊവിഷൻ തന്നെയാണ്. ബാഡ് ആക്ട് പ്രൊവിഷൻ ഫോർ. ഇവിടെ ന്യൂ പ്രൊവിഷൻ എന്തില്ല? ഫർദർ ബാഡ് ആക്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ എന്തിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം? ഡെറ്റേഴ്സ്. നേരത്തെ കേസിൽ ഒരു 60,000 ഒരു 10,000 അല്ലെ? ഇതെന്തായിരുന്നു? ഫർദർ ബാഡ് ആക്ട് ആയിരുന്നു. ഇതെന്തായിരുന്നു? ഡെറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് 50,000 കിട്ടി. ഇതിന്റെ മുകളിലായിരുന്നു നമ്മൾ കണ്ടത് അല്ലെ? ഇതിന്റെ മുകളിലല്ലേ കണ്ടത്? ഇതില്ലെങ്കിലോ നമുക്ക് നേരെ ഇതിന്റെ മുകളിൽ കാണാം. അതേപോലെയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലിയർ ആണോ? ചെയ്തൂടെ?